ഓക്കെ, നമ്മളിനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ എഞ്ചിനീയറിങ്ങിലെ മൊഡ്യൂൾ 2 ആണ്. ഡിസൈൻ എഞ്ചിനീയറിങ്ങിലെ മൊഡ്യൂൾ 2. അപ്പോൾ മൊഡ്യൂൾ 2ൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിസൈൻ തിങ്കിങ് എന്താണെന്നുള്ളത്. ഡിസൈൻ തിങ്കിങ് ഈസ് സിംപ്ലി എ പ്രോസസ് ഫോർ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്. ഡിസൈൻ തിങ്കിങ് ഈസ് എ നോൺ ലീനിയർ iterative process that teams use to understand users, challenge assumptions, redefine problems and create innovative solutions to the prototype and test എന്നാണ് പറയുന്നത്. ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ അത് നോൺ ലീനിയർ ആണ്, ഐറ്ററേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പിന്നെ ഐറ്ററേറ്റീവ് ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൻ്റെ സ്റ്റേജസ്, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഫോർ ഐറ്ററേറ്റീവ് ഡിസൈൻ തിങ്കിങ്. അതെന്ന് പറഞ്ഞാൽ 5 സ്റ്റേജ് ഉണ്ട്. എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എംപതൈസ് എന്താണെന്നാണ്. ഡിസൈനർ ഷുഡ് ഗെയിൻ an empathetic understanding of the problem that they are trying to solve, typically through the user research. Empathy is crucial to human-centered process such as design thinking because it allows you to set aside your own assumption about world and gain real insight into users and needs. Place yourselves as an end user and identify the user expectation needs. Empathize വന്നാൽ നമുക്ക് എന്താ പറയുക, ഒരു സാധനം വേണമെന്നുണ്ടാവും. മീൻസ് നമ്മൾക്കിപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്, നമ്മൾക്കിത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ വെള്ളം കോരാൻ ഭയങ്കര പാടാണ് അല്ലേ, അത് നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അത് നമ്മുടെ ആ ഒരു എന്താ പറയുക യൂസറിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ എമ്പതിയിലൂടെ അല്ലെങ്കിൽ അയാളുടെ ആ അവസ്ഥ മനസ്സിലാക്കി ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതി ഏതാ നോക്കൂലേ, അയാളുടെ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ ഡിസൈൻ ചെയ്യുന്നതാണ് മോട്ടർ. അപ്പോൾ നമുക്ക് വെള്ളം കോരേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ അയാളുടെ പ്രോബ്ലം മനസ്സിലാക്കി അതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഇവിടെ പറയുന്നത്. എംപതി ഈസ് ക്രൂഷ്യൽ ടു ഹ്യൂമൻ സെൻറ്റേർഡ് ഡിസൈൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ അതിനൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ഈ ലോകത്തിന്, ഈ വേൾഡിന് ഇനി എന്താണ് ആവശ്യം, മീൻസ് മാർക്കറ്റിലേക്ക് എന്തിൻ്റെ ആവശ്യമാണ് ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എംപതൈസിലൂടെ. ഇനി നെക്സ്റ്റ് പ്രോസസ്സാണ് ഡിഫൈൻ. ഇറ്റ് ഈസ് ടൈം ടു അക്യുമുലേറ്റ് ദ ഇൻഫർമേഷൻ ഗാദർ ഡ്യൂറിങ് empathize stage. You then analyze your observation and synthesize them to define the core problem and you and your team have identified. This definition are called problem statements. The problem definition should be clear and unambiguous. Define the objectives or user requirements. നമ്മൾ ഡിഫൈൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഡിഫൈൻ എന്താണ്, നമ്മൾക്ക് എംപതൈസ് സ്റ്റേജിൽ കിട്ടിയ ഡാറ്റാസ് ഉണ്ടാവുമല്ലോ. നമ്മൾക്കിപ്പോൾ എംപതൈസ് സ്റ്റേജിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കും ഒരു യൂസറിന് എന്തൊക്കെ നീഡ്സാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ അയാളുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാവുന്ന ആ അക്യുമുലേഷൻ ഓഫ് ഇൻഫോർമേഷൻ, നമ്മളങ്ങനെ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ എല്ലാം കൂടി ചേരുമ്പോൾ അതിനാണ് ഡിഫൈൻ എന്ന് പറയാം. അതിൻ്റെ ഉള്ള പ്രോബ്ലം ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഡെഫിനീഷനാണ്. എന്താണ് പറഞ്ഞാൽ ആ പ്രോബ്ലത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുക, അവരുടെ എല്ലാ പ്രോബ്ലവും കൂടി കളക്ട് ചെയ്തിട്ട് ആ പ്രോബ്ലത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, പ്രോബ്ലം ഡിഫൈൻ എന്ന് പറയുക. പ്രോബ്ലം ഡെഫിനീഷനാണ് ഡിഫൈൻ പ്രോസസ്സാണ്. അത് ക്ലിയർ ആൻഡ് അൺഅംബിഗ്യസ് സ്റ്റേജാണ്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് ഓർ യൂസർ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ ഇതാക്കിയെടുക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഐഡിയേറ്റ് എന്താണെന്നാണ്. ദ സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് നോളജ് ഫ്രം ദ ഫസ്റ്റ് 2 phases മീൻസ് യു ക്യാൻ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്, ലുക്ക് ഫോർ ഓൾട്ടർനേറ്റ് വേസ് ടു വ്യൂ ദ പ്രോബ്ലം ആൻഡ് ഐഡൻറ്റിഫൈ എൻ ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് യു ഹാവ് ക്രിയേറ്റഡ്. ബ്രെയിൻ സ്റ്റോമിങ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ. ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം ഫസ്റ്റ് ആ പ്രോബ്ലം എന്താണ് എംപതൈസിൽ നമ്മൾ ആൾക്കാരുടെ അടുത്തുനിന്ന് മനസ്സിലാക്കി അതിനെ ഡിഫൈൻ ചെയ്തു. ആ പ്രോബ്ലം എന്താ നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പ്രോസസ്സാണ് ഐഡിയേറ്റ്. ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മൾ അതിനുള്ള ഐഡിയ മീൻസ് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിന് ഐഡിയയ്ക്ക് വേണ്ടി നമ്മൾ എന്താ തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സിൻ്റെ പുറത്ത് നിന്ന് ചിന്തിക്കുക എന്ന് വെച്ചാൽ കൂടുതൽ ഇന്നോവേറ്റീവായി ചിന്തിക്കണം. അത് മോസ്റ്റ്ലി ബ്രെയിൻ സ്റ്റോമിങ് ആയിരിക്കും. ഇനിയുള്ളതാണ് പ്രോട്ടോടൈപ്പ്. ഓക്കെ, പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എൻ എക്സ്പെരിമെൻ്റൽ ഫേസ്. ദ എയിം ഈസ് ടു ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ ഫോർ ഈച്ച് പ്രോബ്ലം ഫൗണ്ട്. Designers team should produce some inexpensive scaled down versions of the product. Features found within the product. To investigate and validate the ideas that they generated. Designer team should produce some inexpensive scaled down version of the product to investigate and validate the ideas they generated. This could involve paper prototyping, simulations, 3D models, animation. ഇത് നമ്മളെന്താ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ്പെരിമെൻ്റൽ ഫേസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയൊരു സൊല്യൂഷൻ ഉണ്ടാവും, നമ്മളിപ്പോൾ ഉണ്ടാക്കിയൊരു ഐഡിയ ഉണ്ടാവും, ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ടുള്ള ഐഡിയ. അതിനെ നമ്മൾ എന്താ പറയുക, ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മളത് ഒന്ന് നമ്മൾ പറയില്ലേ ഡിസൈൻ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന നമ്മൾ ഒരു മോഡൽ 3D മോഡൽ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് ഒരു പേപ്പർ മോഡലിംഗ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആനിമേഷൻ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കുന്നതിനാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുക. ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെൻ്റൽ ഫേസ്. നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷനകത്ത് ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ ഫോർ ഈച്ച് പ്രോബ്ലം ഫൗണ്ട് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. എന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടെസ്റ്റ് എന്താണെന്ന്. ഇവാലുവേറ്റ് റിഗറസ്ലി ടെസ്റ്റ് ദ പ്രോട്ടോടൈപ്സ്. പിന്നെന്താണ്, although this is the final phase, design thinking is iterative. Team often use result to redefine one or more further problems, so they can return to previous stages to make further iteration, alteration and refinements to identify the best alternative solution. അപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്ത് എമ്പതൈസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അയാളുടെ എമ്പതിയിലൂടെ നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് നമ്മുടെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മളുടെ വേൾഡിന് വേണ്ടതെന്ന് മനസ്സിലാക്കി അത് നമുക്ക് മാർക്കറ്റിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എന്താ പറയുക, നല്ല ഒരു ബിസിനസ്സായി മാറും. ഓക്കെ, ആൻഡ് ദെൻ വി ആർ ഡിസ്കസ്ഡ് ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലത്തിന് ഡിഫൈൻ ആയിരുന്നു രണ്ടാമത്തത്. ഓക്കെ, ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യും, അതിൻ്റെ ഡെഫിനേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് ആ പ്രോബ്ലത്തെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഐഡിയ കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ അത് ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും. ദെൻ പ്രോട്ടോടൈപ്പ്, അതിനൊരു 3D ആനിമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ, ഒരു ആനിമേഷൻ മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഫേസ് കണ്ടക്ട് ചെയ്തതിന് ശേഷം ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ചെയ്ത ഈ പ്രോട്ടോടൈപ്സ് ഉണ്ടാവില്ലേ, ആ പ്രോട്ടോടൈപ്സിനെ ഇവാലുവേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫേസിൻ്റെ അവസാനത്തെ സ്റ്റേജാണ് എന്ത്, ടെസ്റ്റ് മീൻസ് നമ്മളിപ്പോൾ ചെയ്തിട്ടിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതിനാണ് ടെസ്റ്റ് എന്ന് പറയുക. ഇവാലുവേറ്റ് ദ ടെസ്റ്റ് rigorously test the prototypes, so they can return to previous stages to make further iteration, alteration and refinements to identify the best alternative solution. നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റേജസിലേക്ക് പോവാം ടെസ്റ്റിൻ്റെ സമയത്ത്, എന്നിട്ട് മോഡിഫിക്കേഷൻസ് വരുത്താം അല്ലെങ്കിൽ ഓൾട്ടർനേഷൻസ് വരുത്താം. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്തതിൽ നിന്ന് കൂടുതലായിട്ട് നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇനി നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഡിസൈൻ തിങ്കിങ് ഈസ് എൻ ഐട്രേറ്റീവ് അപ്രോച്ച് കേസ് സ്റ്റഡി. ഡിസൈൻ തിങ്കിങ് ഐട്രേറ്റീവ്, ഇപ്പോൾ നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിൻ്റെ വേരിയസ് സ്റ്റേജസ് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഒരു കേസ് സ്റ്റഡി നോക്കാം. ബാക്ക് ഫോർ കോളേജ് സ്റ്റുഡൻസ്. ഇതിൻ്റെ അത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് നോക്കാം. ഇല്ലുസ്ട്രേറ്റ് ദ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് ഫോർ ഡിസൈനിങ് എ ബാഗ് ഫോർ കോളേജ് സ്റ്റുഡൻസ് വിത്തിൻ എ ലിമിറ്റഡ് ബഡ്ജറ്റ്. ഡിസ്ക്രൈബ് ഈച്ച് സ്റ്റേജ് ഓഫ് ദ പ്രോസസ് ആൻഡ് ഐട്രേറ്റീവ് പ്രൊസീജിയർ ഇൻവോൾവ്. യൂസ് ഹാൻഡ് സ്കെച്ചസ് ടു സപ്പോർട്ട് യുവർ ആർഗ്യുമെൻറ്റ്സ്. എല്ലാ മൊഡ്യൂളിൽ നിന്നും എനിക്ക് തോന്നുന്നു കേസ് സ്റ്റഡി വരുന്നുണ്ടെന്ന്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ കേസ് സ്റ്റഡി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിനും കേസ് സ്റ്റഡി വരുന്നുണ്ടാവും. ഓരോ മൊഡ്യൂളിലും കേസ് സ്റ്റഡി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മൊഡ്യൂളിൽ പഠിച്ചത് എന്താണ്, ഐട്രേറ്റീവ് ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൻ്റെ സ്റ്റേജസ് ആണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഒരു കേസ് സ്റ്റഡി വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ആ കേസ് സ്റ്റഡീൻ്റെ സ്റ്റെപ്സ് വരേണ്ടത് എങ്ങനെയാണ്,
ഈ നമ്മൾ പഠിച്ച ആ മൊഡ്യൂളിലത്തെ സ്റ്റെപ്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് കേസ് സ്റ്റഡി ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചത് എന്തായിരുന്നു പഠിച്ചത്? അഡാപ്റ്റീവ് ഡിസൈൻ, ഡെവലപ്മെൻറ്റ് ഡിസൈൻ, ന്യൂ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസൈൻ ലെവൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ ഡിസൈൻ പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആ പ്രോസസ്സിലൂടെ ആണ് നമ്മളോട് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഡിസൈൻ എ ബാഗ് ഫോർ കോളേജ് സ്റ്റുഡൻറ്റ് വിത്ത് ലിമിറ്റഡ് ബഡ്ജറ്റ്. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അതിന് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എംപതൈസ് ആണ്. എംപതൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ നമ്മൾക്ക് മനസ്സിലാക്കുക എന്താണ് കസ്റ്റമറിൻ്റെ നീഡെന്ന്. ഇറ്റ് ഷുഡ് ഹാവ് ഫെസിലിറ്റി ടു ക്യാരി ബുക്സ്, ടിഫിൻ ബോക്സ്, അതർ സ്മോൾ ആർട്ടിക്കിൾസും. ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളടുത്ത് ചോദിച്ചു നിങ്ങളുടെ ബാഗ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അയാൾ എന്ത് പറയും? അതിൻ്റെ അകത്ത് നമുക്ക് ബുക്ക് ക്യാരി ചെയ്യാൻ പറ്റണം, ടിഫിൻ ബോക്സ് ക്യാരി ചെയ്യാൻ പറ്റണം, പിന്നെ അതർ ചില്ലറ ആക്സസറീസ് ഉണ്ടാവും. നമ്മുടെ പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പൈസ അല്ലെങ്കിൽ നമ്മുടെ കൊട, അങ്ങനെയുള്ള ചില്ലറ ആക്സസറീസ്, സ്മോൾ ആർട്ടിക്കിൾസ് നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്പേസ് ആ ബാഗിൻ്റെ അകത്ത് ഉണ്ടാവണം. പിന്നെ എന്നാൽ അത് നല്ലോണം അടയ്ക്കാൻ പറ്റണം, നല്ല സിബൊക്കെ ആയിരിക്കണം. അതാണ് എംപതൈസിൻ്റെ അകത്ത് യൂസറിൻ്റെ നീഡെന്ന് പറയുന്നത്. പിന്നുള്ളത് രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ഡിഫൈൻ ആണ്. ഇറ്റ് ഷുഡ് ഹാവ് സെപ്പറേറ്റ് റാക്സ് ഫോർ കീപ്പിംഗ് ബുക്സ് ആൻഡ് ടിഫിൻ. എന്ന് വെച്ചാൽ വേറെ അറ തന്നെ വേണം, വേറെ അറ വേണം. നമ്മുടെ റാക്സ് വേണം ബുക്ക് വെക്കാനും ടിഫിൻ വെക്കാനും. എന്ന് വെച്ചാൽ ഇപ്പോൾ ടിഫിനും രണ്ടും ഒരേ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചാൽ ചിലപ്പോൾ എന്താ പറയുക, ടിഫിനൊന്ന് തുറന്നൊക്കെ പോയാൽ നമ്മുടെ ബുക്കിന് ആണ് ആ കേട് പറ്റുക അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ അതിനൊന്ന് ഡിഫൈൻ ചെയ്യാം. എന്ന് വെച്ചാൽ ആ പ്രോബ്ലത്തെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞത്? അയാൾ ബുക്ക് വെക്കാനും ടിഫിൻ വെക്കാനും ഒക്കെയാണ് അയാളുടെ ആവശ്യം വന്നത്. അപ്പോൾ എന്താണ് ആ പ്രോബ്ലത്തെ ഒന്നുകൂടി ഡിഫൈൻ ചെയ്തപ്പോൾ അതിന് രണ്ടിനും വേറെ അറ വേണമെന്ന് മനസ്സിലാക്കുന്നു. ഇറ്റ് ഷുഡ് ഹാവ് സിബ്സ് ടു ലോക്സ്. അത് ക്ലോസ് ആയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ്? നല്ല സിബ് വേണം അത് ലോക്ക് ചെയ്യാൻ. ഇറ്റ് ഷുഡ് ബി ലൈറ്റ് ഇൻ വെയ്റ്റ് വിത്ത് സ്ലീക്ക് ഡിസൈൻ. അത് ലൈറ്റ് ഇൻ വെയ്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നല്ല ലൈറ്റ് ആയിരിക്കണം വിത്ത് നല്ല ഡിസൈൻസ്. എന്ന് വെച്ചാൽ സ്ലീക്ക് ഡിസൈൻ എന്ന് വെച്ചാൽ ഒരു നോർമലായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻ അതിന് വേണം. പിന്നെ ഐഡിയേറ്റ്, കോളേജ് സ്റ്റുഡൻസ് തന്നെ ആയതുകൊണ്ട് എന്താണ് അത്യാവശ്യം ഒരു നോർമലായിട്ടുള്ള ഒരു ഫോർമൽ ലുക്കിലുള്ള ഒരു ബാഗ് വേണം. അല്ലാതെ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന ബാഗ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല, കോളേജ് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് 3 എന്ന് പറഞ്ഞാൽ ഐഡിയേറ്റ് ആണ്. ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളിപ്പോൾ എംപതൈസ് ചെയ്തു ആൻഡ് ദെൻ നമ്മൾ ഡിഫൈൻ ചെയ്തു ആൻഡ് ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ ഐഡിയാസ് ഉണ്ടാക്കുക. ഇറ്റ് ഈസ് എ ബ്രെയിൻ സ്റ്റോമിങ് പ്രോസസ്സാണെന്ന് പറഞ്ഞത്. ഇറ്റ് ഷുഡ് ഹാവ് സെപ്പറേറ്റ് റാക്സ് ഫോർ കീപ്പിംഗ് ബുക്സ് ആൻഡ് ടിഫിൻ. അത് നമ്മൾ എന്തിനകത്ത് പറഞ്ഞു? ഡിഫൈൻഡ് അത് പറഞ്ഞു. അതൊരു ഐഡിയ ആക്കി എടുത്തു. ഇറ്റ് ഷുഡ് ഹാവ് സിബ്സ് ടു ലോക്സ്. അതും ഒരു ഐഡിയ ആക്കി എടുത്തു. ഇറ്റ് ഷുഡ് ബി ലൈറ്റ് ഇൻ വെയ്റ്റ് വിത്ത് സ്ലീക്ക് ഡിസൈൻ. ഇത് മൂന്നും ഡിഫൈനിൽ വരുന്നതാണ്. ഇതിനുള്ള നോക്കാം എന്താ നമുക്കിന്ന്. ഇറ്റ് ഷുഡ് ഹാവ് കമ്പാർട്ട്മെൻറ്റ് ടു കീപ് ദ ലാപ്ടോപ്പ്. എന്ന് വെച്ചാൽ കോളേജ് സ്റ്റുഡൻസ് ആകുമ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് കുട്ടികൾക്കൊക്കെ ചില സമയത്ത് ലാസ്റ്റ് ഇയറൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് എന്താണ് ലാപ്ടോപ്പ് വേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താണ് അതിന് ലാപ്ടോപ്പ് വെക്കാനായിട്ടുള്ളൊരു കമ്പാർട്ട്മെൻറ്റ്, ബുക്ക് വെക്കുന്ന അറയിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് നമ്മൾ കാണാം ഒരു അറേൻ്റെ അകത്ത് തന്നെ 2 ഭാഗമായിട്ട് 2 ഇതായിട്ടില്ലേ? അങ്ങനെ ഒന്നെങ്കിൽ വേണമെങ്കിൽ വേറെ റാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ലാപ്ടോപ്പ് വെക്കാനൊരു സ്ഥലം. ഇറ്റ് ഷുഡ് ഹാവ് കമ്പാർട്ട്മെൻറ്റ് ഓൺ ഔട്ടർ സൈഡ് ഓഫ് കീപ് വാട്ടർ ബോട്ടിൽസ്. നമ്മൾ വാട്ടർ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഔട്ടർ സൈഡിൻ്റെ അകത്ത് ഒരു കമ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് ഹാവ് സ്മോൾ പൗച്ച് ഓൺ ഔട്ട് സൈഡ് ടു കീപ് നെസസറി തിങ്സ് ലൈക്ക് പെൻ, കീസ്, ചാർജേഴ്സ് എക്സെട്ര. ഒരു സ്മോൾ പൗച്ചായിട്ട് ഔട്ട് സൈഡിൽ കൊടുക്കണം. നമ്മൾ പേഴ്സ് വെക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കീ വെക്കാൻ, പെന്ന് വെക്കാനും ചാർജേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് സ്മോൾ പൗച്ച് പ്രൊവൈഡ് ചെയ്യണം. ദ ഷോൾഡർ സ്ട്രാപ്പ് ഷുഡ് ബി സോഫ്റ്റ് മെറ്റീരിയൽ. എന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തോളത്ത് ഇടുന്ന ബാഗ് ഇങ്ങനെ പിടിക്കില്ല, ആ ഭാഗത്തിനാണ് ഷോൾഡർ സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അതൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആയതിനാൽ തന്നെ നമുക്കൊരു കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ? ഇറ്റ് ഷുഡ് ബി വാട്ടർ പ്രൂഫ് so that if you it can be used in rainy season too. അത് വാട്ടർ പ്രൂഫ് ആയ എന്താണ്? വെള്ളം അകത്തേക്ക് കയറില്ല, അതിനെ വാട്ടർ പ്രൂഫ് ആക്കാം. ഇറ്റ് ഷുഡ് ഹാവ് ആൻ inner secret pouch to keep money or any other important thing.
ഇന്നർ സീക്രട്ട് പൗച്ച് ഉണ്ടാവണം മണി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മണിയൊക്കെ ഇപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാം ചെറിയ ഒരു അറ അല്ലേ, അത് ഇന്നർ സീക്രട്ട് പൗച്ചാണ് നമ്മളുടെ മണി കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് തിങ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നാലാമത്തെ എന്താണ് പറയാൻ പോകുന്നത്, പ്രോട്ടോടൈപ്പ്. ഇനി നമുക്ക് എന്താ പ്രോട്ടോടൈപ്പ്. 2D പ്രോട്ടോടൈപ്പ് ഈസ് ഷോൺ ഓൺ റൈറ്റ്. ദിസ് ഈസ് കോൾഡ് പ്രോട്ടോടൈപ്പ്. നമ്മളിപ്പം ഇവിടെ ഈ ബാഗിൻ്റെ ഡിസൈൻ കണ്ടോ, ഇതിനാണ് പ്രോട്ടോടൈപ്പ് എന്നറിയാം. ഇതിൻ്റെ അകത്ത് എന്താണ്, ബാഗിൻ്റെ അകത്തുള്ളതാ ഇവിടെ ഇതിൻ്റെ അകത്ത് ഇതിനിപ്പോൾ കുറച്ച് വലുതായി കാണിക്കുകയാണെങ്കിൽ ഈ ബാഗിൻ്റെ ഈ സിബിൻ്റെ അകത്ത് 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഒന്നെന്താണ് ബുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നെക്സ്റ്റ് വൺ ഈസ് യൂസ്ഡ് ഫോർ നമ്മുടെ നെക്സ്റ്റ് എന്താണ് ലാപ്ടോപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദെൻ ഇവിടെ കാണിക്കുന്നത് എന്താണ്, ദിസ് ഈസ് വാട്ടർ ബോട്ടിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ് ഇത് കാണിക്കുന്നത്. ആൻഡ് ദെൻ ദിസ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മുടെ കേസ് ചാർജേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്മോൾ ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുക്കണം, അതാണത്. ആൻഡ് ദെൻ ഈസ് ഐ തിങ്ക് ദിസ് ഈസ് ഇന്നർ പൗച്ച് ഓർ ടിഫിനായിട്ടുള്ളൊരു ഇതായിരിക്കും അത്. ഓക്കെ, അങ്ങനെ 2D പ്രോട്ടോടൈപ്പ് നമ്മൾ വരയ്ക്കണം. എന്തായാലും നമ്മളിപ്പോൾ ഒരു കേസ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വരച്ചിടുക. ഓക്കെ, ഇറ്റ് വിൽ ബി യൂസ്ഫുൾ, ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ നോക്കുന്ന ആൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നിങ്ങൾ പേപ്പർ നോക്കുന്ന ആൾക്ക്. പിന്നെ നമ്മൾ പറഞ്ഞാൽ എന്താണ്, ടെസ്റ്റ്. നമ്മൾ പറയാൻ പോകുന്നത് ടെസ്റ്റിനെ കുറിച്ചാണ്. എൻഷുർ ദാറ്റ് ഓൾ എക്സ്പെക്റ്റഡ് ഫങ്ഷണാലിറ്റീസ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ പ്രോഡക്റ്റ്. The above prototype has separate racks for keeping books, laptop. It has a water bottle holder. The shoulder strap is made of soft sponge materials. The material used is waterproof polystyrene. It is light in weight and has a sleek design. എന്ന് വെച്ചാൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യാം നമ്മളുടെ ഡിസൈനർ ഓർ നമ്മുടെ കസ്റ്റമർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിസൈനിലാണോ നമ്മൾ ഈ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എന്ന് നോക്കുക. എന്ന് വെച്ചാൽ എൻഷുർ ചെയ്യുക, ഉറപ്പ് വരുത്തുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വാട്ടർ ബോട്ടിലും വെക്കാനുള്ള സ്പേസ് ഉണ്ടോ, ലാപ്ടോപ്പും ബുക്കും വെക്കാനുള്ള സ്പേസ് ഉണ്ടോ, പിന്നെന്താണ് ടിഫിൻ വെക്കാനുള്ള സ്പേസ് ഉണ്ടോ, ഷോൾഡർ സ്ട്രാപ്പ് സ്മൂത്ത് ആണോ, വാട്ടർ പ്രൂഫ് ആണോ. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യത്തെ സ്റ്റേജിലേക്ക് പോയിട്ട് നമുക്കതെന്ത് ചെയ്യാം, റീഡിസൈൻ അല്ലെ മോഡിഫൈ ചെയ്യാം. ആൻഡ് ദെൻ നമുക്ക് പഠിക്കാനുള്ള ഡിസൈൻ തിങ്കിങ് ആസ് എ ഡൈവേർജൻ ആൻഡ് കൺവേർജൻ ക്വസ്റ്റ്യനിങ് ആണ്. ഓക്കെ, നമുക്ക് ഈ മൊഡ്യൂളിൻ്റെ അകത്ത് പഠിക്കാനുള്ളതാണ് എന്ത്, ഡിസൈൻ തിങ്കിങ് ആസ് കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യനിങ്. അപ്പോൾ കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് നമ്മൾ പറഞ്ഞാൽ തന്നെ നമുക്കറിയാനുണ്ടാവും. കൺവേർജൻ എന്ന് പറഞ്ഞാൽ അടുത്തോട്ടേക്ക്, ഡൈവേർജൻ എന്ന് പറഞ്ഞാൽ വിട്ട് പോവുക അല്ലേ, അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ എന്താണ് നമ്മുടെ ഡിസൈൻ തിങ്കിങ് ആസ് എ ഡൈവേർജൻ നമുക്ക് നോക്കാം. Design thinking is an iterative approach and we follows to generic patterns of design thinking, divergent thinking and convergent thinking. Design thinking is an iterative approach എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് അതിന് 2 generic patterns ഉണ്ട്. ഡിസൈൻ തിങ്കിങ്ങിന് 2 generic patterns ഉണ്ട്. അതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ്ങും കൺവേർജൻറ്റ് തിങ്കിങ്ങും. ഇനി എന്താണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയാം. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ദാറ്റ് എക്സ്പ്ലോർസ് മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻ ഇൻ ഓർഡർ ടു ജനറേറ്റ് ക്രിയേറ്റീവ് ഐഡിയാസ്, തിങ്കിങ് ഫോർ ഓൾ പോസിബിൾ വേസ് ടു റീച്ച് എ സൊല്യൂഷൻ. നമ്മൾ ഡൈവേർജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പ്ലോർ. ഇപ്പോൾ ഒരു 5 ആൾക്കാരെ കൊണ്ട് കാര്യം ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് 5 ഐഡിയാസ് കിട്ടും. അല്ലെ 6 ആൾക്കാർ ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ 6 ഐഡിയാസ് കിട്ടും. അങ്ങനെ കൂടുതൽ ആൾക്കാർ ഒരു കാര്യത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് സൊല്യൂഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ സൊല്യൂഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഏതൊക്കെ രീതിയിൽ അത് ചിന്തിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് അതിനായിട്ടുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനാണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയാം. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഫിഗറിങ് ഔട്ട് എനി കോൺക്രീറ്റ് സൊല്യൂഷൻ ടു എനി പ്രോബ്ലം, തിങ്സ് ഫോർ എ ഫൈനൽ സൊല്യൂഷൻ. എന്ന് വെച്ചാൽ ഒരൊറ്റ ഫൈനൽ സൊല്യൂഷൻ ഉണ്ടാകാൻ പറ്റുള്ളൂ, ഒരുപാടൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഒരൊറ്റയാണ് ഫിഗറിങ് ഔട്ട് എ കോൺക്രീറ്റ് സൊല്യൂഷൻ ടു എനി പ്രോബ്ലം. ഏതൊരു പ്രോബ്ലത്തിനും ഒരു വ്യക്തമായ ഒരൊറ്റ സൊല്യൂഷൻ, അതാണ് കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ.
ഈ എന്താണ് ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ കൺവേർജൻ ആൻഡ് ഡൈവേർജൻ തിങ്കിങ്ങിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്താണ് കൺവേർജൻ തിങ്കിങ് എന്നാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. കൺവേർജൻ തിങ്കിങ് ഈസ് എ പ്രോസസ് ഓഫ് ഫിഗറിങ് ഔട്ട് എ കോൺക്രീറ്റ് സൊല്യൂഷൻ ടു എനി പ്രോബ്ലം. ഏതൊരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനാണ് കൺവേർജൻ തിങ്കിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രേറ്റ് ഫോർവേഡ് പ്രോസസ് ദാറ്റ് ഫോക്കസ് ഓൺ ഫിഗറിങ് ഔട്ട് ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻസർ ടു എ പ്രോബ്ലം. എന്താണ്, നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അതിനായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ളൊരു ആൻസർ ഫിഗർ ഔട്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഇതാണ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം. നമുക്ക് നേരെ കാര്യം ചെയ്യണം, നേരെ ആൻസർ കണ്ടുപിടിക്കണം. അല്ലാതെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് ചെന്നിട്ടല്ല, നമ്മൾ നേരെ സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ ആയിരിക്കണം കൺവേർജൻ തിങ്കിങ്ങിൻ്റെ അകത്ത് ഉണ്ടാവേണ്ടത്. ഇറ്റ് ഈസ് എ സ്ട്രേറ്റ് ഫോർവേഡ് പ്രോസസ് ദാറ്റ് ഫോക്കസ് ഓൺ ഫിഗറിങ് ഔട്ട് ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻസർ ടു ദ പ്രോബ്ലം. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന്, ഇറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് സ്പീഡ്, ആക്യുറസി ആൻഡ് ലോജിക്. കൺവേർജൻ തിങ്കിങ് എപ്പോഴും സ്പീഡായിട്ട് നടക്കണം എന്ന് വെച്ചാൽ അതെപ്പോഴും പെട്ടെന്ന് കിട്ടണം. അതിന് ആൻസർ ഫസ്റ്റ് നമ്മൾ ആലോചിച്ച് കിട്ടുന്ന ആൻസർ തന്നെ ആയിരിക്കണം. സ്പീഡായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ലോജിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കണം. കൺവേർജൻ തിങ്കിങ് ഹാവ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് possible answer to any problem which are accurate most of the time and no room for ambiguity is left. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യൻ്റെയും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള പ്രോബ്ലത്തിന് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ആൻസർ ആവണം കൺവേർജൻ തിങ്കിങ്ങിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അത് മോസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് പിന്നെ ഒരു ഡൗട്ടിനും ഇടവരരുത്. Then we are discussing about divergent thinking. ഓക്കെ, ഡൈവേർജൻ തിങ്കിങ്ങിനും ഇതുപോലെ തന്നെ എത്ര സ്റ്റെപ്പ് ഉണ്ട്? 4 സ്റ്റെപ്പ് ഉണ്ട്. 4 പോയിന്റ്സ് തന്നിട്ടുണ്ട് ഈ ബോക്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ കൺവേർജൻ ആൻഡ് ഡൈവേർജൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പഠിച്ചു വെച്ചാൽ എന്തായാലും വരും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കൺവേർജൻ തിങ്കിങ് ആൻഡ് ഡൈവേർജൻ തിങ്കിങ്. ഡൈവേർജൻ തിങ്കിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ദാറ്റ് എക്സ്പ്ലോർസ് മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻ ഇൻ ഓർഡർ ടു ജനറേറ്റ് ക്രിയേറ്റീവ് ഐഡിയാസ്. In contrast, divergent thinking refers to opening the mind in various directions and trying out multiple solutions for a problem. ഫസ്റ്റത്തെ പോയിന്റ് പറയാം. ഡൈവേർജന്റ് തിങ്കിങ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ദാറ്റ് എക്സ്പ്ലോർസ് മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻ ഇൻ ഓർഡർ ടു ജനറേറ്റ് ക്രിയേറ്റീവ് ഐഡിയാസ്. കൂടുതൽ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ കുറേ ചിന്തിച്ചു, കുറേ എക്സ്പ്ലോർ. ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് വന്നു, അതിനുവേണ്ടി നമ്മൾ ഒന്നെങ്കിൽ ഇതിലേ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, അല്ലെങ്കിൽ ഇതിലേ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ നമുക്ക് കുറേ നമുക്ക് വന്നു, ഐഡിയാസ് വന്നു. അതിലൂടെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ കുറേ പോസിബിളായിട്ടുള്ള ഇതിൻ്റെ അകത്തൂടെ ഐഡിയാസിലൂടെ ഉണ്ടാക്കുന്നതാണ് ഡൈവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ. ഇൻ കോൺട്രാസ്റ്റ്, ഡൈവേർജൻ തിങ്കിങ് റെഫേഴ്സ് ടു ഓപ്പണിംഗ് ദ മൈൻഡ് ഇൻ വേരിയസ് ഡിറക്ഷൻ ആൻഡ് ട്രൈയിങ് ഔട്ട് മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് തന്നെ മൾട്ടിപ്പിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ഡൈവേർജൻ തിങ്കിങ് റെഫേഴ്സ് ടു ഓപ്പണിംഗ് ദ മൈൻഡ് ഇൻ വേരിയസ് ഡിറക്ഷൻ ആൻഡ് ട്രൈയിങ് ഔട്ട് ഫൈൻഡ് മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം. ഒരു സൊല്യൂഷൻ തന്നെ ഒരു പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. പിന്നെന്താണ്? ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് സ്പോണ്ടേനിയസ്, ഫ്രീ ഫ്ലോയിങ്, നോൺ ലീനിയർ. എന്ന് വെച്ചാൽ മറ്റേതിൻ്റെ അകത്ത് എന്താണ്? കൺവേർജൻ തിങ്കിങ്ങിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? സ്പീഡ്, ആക്യുറസി ആൻഡ് ലോജിക് ആണെങ്കിൽ ഡൈവേർജൻ തിങ്കിങ്ങിൻ്റെ അകത്ത് എന്താണ്? സ്പോണ്ടേനിയസ്, ഫ്രീ ഫ്ലോയിങ്, നോൺ ലീനിയർ. സ്പോണ്ടേനിയസ് തന്നെ എന്തായിരിക്കാം? ടെപ്പേന്ന് അല്ലേ? ടെപ്പേന്നല്ല, പെട്ടെന്ന് കിട്ടാവുന്നതാണ് സ്പോണ്ടേനിയസിൻ്റെ അർത്ഥം. ഫ്രീ ഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകി വരണം അല്ലേ? നമ്മുടെ ആൻസർ നമ്മളെ അടുത്തേക്ക് ഒഴുകി വരണം. നോൺ ലീനിയർ ആയിരിക്കണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ മീൻസ് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൻസർ ആവരുത്. അത് കുറച്ച് തിങ്ക് ചെയ്തിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കണം.
Although divergent thinking keeps options open and completely accurate answer isn't identified. ഡൈവേർജൻറ്റ് തിങ്കിങ് എന്താണ്? ഓപ്ഷൻസ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ഇതാ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കൺവേർജൻ ആൻഡ് ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ കേസ് സ്റ്റഡി ഓഫ് ബൾബാണ് ഇവിടെ. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ഫോർവേഡ്. നമുക്കൊരു ബൾബ് വേണം എന്ന് പറഞ്ഞാൽ എന്താ? ബൾബ്. അതിൽ കൂടുതലായിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ തിങ്ക് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമ്മളൊന്നും ചിന്തിക്കത്തില്ല. നമുക്കെന്താണ് ആവശ്യം? നമുക്കൊരു ബൾബ് വേണം. ബൾബല്ലേ? ബൾബ് താ. അങ്ങനെ ഇട്ടിരിക്കുന്ന ബൾബാണിത്. ഓക്കെ. പക്ഷേ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം. അതാണ് ഇതിൻ്റെ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് ഇത് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ LED ബൾബുണ്ട്, പിന്നെന്താ ലുമിനസെൻസ് ഉണ്ട്, ലൈറ്റ് എമിറ്റിങ്, പിന്നെ അല്ലാത്ത സാധാ നമ്മുടെ ഈ ഡയോഡ് വരുന്നതുണ്ട്, മറ്റേ ഈ സാധനമില്ലേ എന്തായിരുന്നു വേറെ കോപ്പറിൻ്റെ ഒക്കെ ഇത് വരുന്നത്. പിന്നെന്താണ് ഈ സ്മോൾ കളർ LEDs ഉണ്ട്. അങ്ങനെ ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പും ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ അകത്തുണ്ടാവും. കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലായി കാണും കൺവേർജൻറ്റ് തിങ്കിങ്ങിനും ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ എക്സാമ്പിൾ എന്താണ്. കൺവേർജൻറ്റ് തിങ്കിങ് നിങ്ങൾക്കിപ്പോൾ ഒരു ബൾബ് വേണമെന്ന് വെച്ചാൽ ഒരു ബൾബ് എന്ന് വെച്ചാൽ സാധാ ഒരു ബൾബ്, അതിൽ കൂടുതലായിട്ട് നമ്മളൊന്നും ചിന്തിക്കത്തില്ല, ആ ഒരു ബൾബ് ഉണ്ടാക്കും. ഡൈവേർജൻറ്റ് തിങ്കിങ് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതാണ്. നമ്മളോടിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡൈവേർജൻറ്റ് തിങ്കിങ് ഓഫ് കേസ് സ്റ്റഡി ഓഫ് പെന്നാണ്. പെന്നിൻ്റെ ഒരു കേസ് സ്റ്റഡി കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഡൈവേർജൻറ്റ് തിങ്കിങ്ങിലൂടെ കേസ് സ്റ്റഡി കണ്ടെത്താൻ വന്ന എന്താണ്? ആസ് എ toy or telescope for kids to rewind cassette tape. ഓക്കെ. ഡൈവേർജൻറ്റ് തിങ്കിങ് ഓഫ് കേസ് സ്റ്റഡി ഓഫ് പെൻ എന്ന് പറഞ്ഞാൽ പെന്നിന് എന്തൊക്കെ പോസിബിൾ, പെന്നിന് എന്തൊക്കെ ഉപയോഗിക്കാം, പെന്നിൻ്റെ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് ഉള്ളതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ്ങിലൂടെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. പെന്നെന്താക്കാം? പെന്നിനെ മഷി മീൻസ് ഈ റീഫില്ലർ അല്ലാത്തൊരു ഭാഗം നമുക്ക് സ്ട്രോ ആയിട്ട് ഉപയോഗിക്കാം അല്ലേ? ഈ റീഫില്ലർ കളഞ്ഞിട്ട് മുമ്പത്തെ 2 സാധനം ബാക്കത്തെ സാധനം കൂടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷൻസ് എന്തായിട്ട് ഉപയോഗിക്കാം? സ്ട്രോ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെന്താ? ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, ടോയ് ടെലിസ്കോപ്പ് ഫോർ കിഡ്സ്. പിന്നെന്താണ്? ടു റീവൈൻഡ് കാസറ്റ് ടാപ്പ്. പണ്ടൊക്കെ കാസറ്റ് ടാപ്പ് നമ്മൾ കാണാറുണ്ട്. ആ ടാപ്പ് നമുക്ക് റീവൈൻഡ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ അത് അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് റോൾ ചെയ്തെടുക്കാം. ആസ് ആൻ ഇംപ്രവൈസ് സ്റ്റാബിങ് വെപ്പൺ. സ്റ്റാബിങ് വെപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അത് വെപ്പണായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. മീൻസ് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ, ഈ പെന്ന് കുത്തി ഇറക്കിയാണ്ട് കൊല്ലുന്നത്, അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ആസ് എ പേപ്പർ പഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാം കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ 10th പഠിക്കുന്ന സമയത്ത് നമ്മൾ പേപ്പർ എക്സാം ചെയ്ത് കഴിഞ്ഞിട്ട് പെന്നുകൊണ്ടൊരു കുത്തിട്ട് നമ്മളെന്താണ് ഇത് വെച്ച് കെട്ടായിരുന്നു ചെയ്യുക, നമ്മുടെ നൂലിട്ട് കെട്ടായിരുന്നു ചെയ്യുക. അപ്പോൾ ഒരു പേപ്പർ പഞ്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാം. യൂസ് ആസ് എ റൂളർ മീൻസ് നമ്മൾ എഴുതാൻ ഉപയോഗിക്കാമെന്ന്. ടു മേക്ക് സ്മാർട്ട് ഫോണിൻ്റെ സ്റ്റൈലസ് ആയിട്ട് ഉപയോഗിക്കാം. ടു മേക്ക് എ വിസിൽ നമ്മുടെ ഈ പെന്നിൻ്റെ ഈ ടോപ്പ് വെച്ചിട്ട് നമുക്കെന്താ ഇങ്ങനെ ചെയ്താൽ നമുക്ക് വിസിൽ ചെയ്യാൻ പറ്റും. ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡി ഫോർക്കിൻ്റെ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞത്. സ്ക്രാമ്പിൾ തിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിപ്പോൾ ആപ്പിളൊക്കെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കൂലേ, അതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മിക്സ് തിങ്സ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും മിക്സ് ചെയ്യേണ്ടത് മിക്സ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സ്റ്റെപ്സൊക്കെ സ്റ്റിർ ചെയ്യാം, നമുക്കിപ്പോൾ മുട്ട അടിക്കാണ്ടെങ്കിൽ നമുക്കത് സ്റ്റിർ ചെയ്തെടുക്കാം. പോക്ക് തിങ്സ് ഓർ പീപ്പിൾ ഗിവ് ടു സ്മോൾ ഫാർമർ ആസ് എ പിച്ച് ഫോർക്ക്. എന്ന് വെച്ചാൽ ഫാർമേഴ്സിന് ഈ ചെടി കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പിച്ച് ഫോർക്ക് ഉപയോഗിക്കാം. പിന്നെ സ്ക്രാച്ചറായിട്ട് ഉപയോഗിക്കാം. എന്ത് സ്ക്രാച്ച് ചെയ്യാണ്ടെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്യാം. ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഫയർ മീൻസോ ഇപ്പോൾ നമ്മൾ തീയിൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഫോർക്ക് ഉപയോഗിച്ച് മെല്ലെ
തട്ടിയെടുക്കാം. മർഡർ വെപ്പൺ, ഇതൊക്കെ ഫോർക്കൊക്കെ മർഡർ വെപ്പണാണ്. ടൂൾ ഓഫ് ടോർച്ചർ, നമുക്കിപ്പോൾ ആരെങ്കിലും ടോർച്ചർ ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെന്താണ് പ്രോപ്പ് സംതിങ് ഓപ്പൺ, നമുക്ക് എന്തെങ്കിലും തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോർക്ക് വെച്ച് തുറക്കാം. ഡിസൈൻ തിങ്കിങ് ആസ് എ ടീം, ഇനി ടീമായിട്ട് ഡിസൈൻ തിങ്കിങ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അതൊക്കെയാണ് നമുക്ക് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഡിസൈൻ തിങ്കിങ് ആസ് എ ടീം എന്താണെന്ന് നോക്കാം. In order to get best and creative solution, design thinking process is generally performed as a team activity. Every member may raise their own ideas and solutions. The team will analyze the pros and cons of each solution or design and then finalize the best suitable solution. But during design thinking as a team activity, conflict between team members may arise. So it is very important to resolve these conflicts. ആദ്യം നമുക്ക് ഈ വായിച്ച പോയിന്റ്സ് എന്താണെന്ന് പറയാം. ഇൻ ഓർഡർ ടു ഗെറ്റ് ബെസ്റ്റ് ആൻഡ് ക്രിയേറ്റീവ് സൊല്യൂഷൻ, നമുക്ക് ബെസ്റ്റ് ആയിട്ട് പോസിബിൾ, നമുക്ക് ഇപ്പോൾ കുറേ ടീമായിട്ട് ചിന്തിക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ ഡൈവേർജൻ തിങ്കിങ് എന്ന് വെച്ചാൽ 3-4 ആൾക്കാർ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഡൈവേർജൻ തിങ്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ പോകണം ഇങ്ങനെ പോകണമെന്നുണ്ട്. അതുപോലെ ടീമായിട്ട് ചിന്തിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മീൻസ് ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് ആയിരിക്കും ഉണ്ടാവുക. എനിക്കുള്ള ഐഡിയ ആയിരിക്കില്ല ഇപ്പോൾ ഇയാൾക്കുണ്ടാവുക, ഇയാൾക്കുണ്ടായിരിക്കുന്ന ഐഡിയ ആയിരിക്കില്ല മറ്റേ ആൾക്കുണ്ടാവുക. അങ്ങനെ കൂടുതൽ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. എവറി മെമ്പർ മേ റേസ് ദെയർ ഓൺ ഐഡിയാസ് ആൻഡ് സൊല്യൂഷൻ, ഓരോ മെമ്പേഴ്സും അവരുടെ ഐഡിയാസും സൊല്യൂഷനും റേസ് ചെയ്യും. ദ ടേം വിൽ അനലൈസ് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഈച്ച് സൊല്യൂഷൻ ഓർ ഡിസൈൻ ആൻഡ് ദെൻ ഫൈനലൈസ്. ഓരോ ടീമും എന്താക്കും, അതിൻ്റെ അകത്തുള്ള പ്രോസും കോൺസും അറൈസ് ചെയ്യും. പിന്നെ അത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ കണ്ടെത്തും. ഒരു ഡിസൈൻ തിങ്കിങ്ങിൻ്റെ സമയത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, മീൻസ് മെമ്പേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ ഉള്ളതാണ് ഇതിൻ്റെ വിഷയം, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ടീം. നമുക്ക് ഇനി ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യാനുണ്ട് നോക്കാം. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? ടീം ഗോൾസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻഡിവിജ്വൽ ഗോൾസ്. ദ ടീം അണ്ടർസ്റ്റാൻഡ് ദ ഗോൾ ആൻഡ് കമ്മിറ്റഡ് ടു അച്ചീവിങ് ദം. Trust replaces fear and people feel comfortable taking risks. Respect, collaboration and open-mindedness are prevalent. Team members are communicate readily. Diversity or opinions is encouraged. Decisions are made by consensus and have acceptance and support members of the team. ടീം ഗോൾസ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീമിൻ്റെ അകത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഗോൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ടീം ഗോൾ എന്ന് പറഞ്ഞാൽ. ടീം എല്ലാവരും മനസ്സിലാക്കണം അവരുടെ ഗോൾ എന്താണെന്നും എന്നിട്ട് അതെങ്ങനെ അച്ചീവ് ചെയ്യാമെന്നും അവർ മനസ്സിലാക്കണം. പീപ്പിൾ എന്താണ്? ടീമിൽ എല്ലാവരും റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറാവണം. അവരെന്താ? ട്രസ്റ്റ് റീപ്ലേസസ് ഫിയർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ടീം വർക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നാൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും ഒരു ടീം വർക്കിൽ. അതെന്താക്കും, നമ്മുടെ പേടി കുറയ്ക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നമുക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി നമ്മളെ കംഫർട്ടബിൾ ആക്കും. അതുപോലെ നമ്മളെന്താ കൊളാബറേഷനും ഓപ്പൺ മൈൻഡ്നെസ്സിനും ഒക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കൊളാബറേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഐഡിയാസും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ തുറന്ന് ചിന്തിക്കാൻ പറ്റണം. അവരുടെ ഐഡിയാസിനെ തുറന്ന മനസ്സോടെ നമുക്ക് മനസ്സിലാക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും പറ്റണം. ടീം മെമ്പേഴ്സ്
അതുപോലെ തന്നെ മറ്റൊരാളുടെ എന്താ പറയുക ഐഡിയനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അയാളുടെ ഒപ്പീനിയനെ എൻകറേജ് ചെയ്യാൻ പറ്റണം. പിന്നെന്താ, അതിൻ്റെ അകത്തുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷനല്ല ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ ഓരോ ടീമിൽ നിന്ന് ഓരോ ഡിസിഷനും എല്ലാവരും കൂടി ആയിരിക്കും ഇത് ചെയ്യാം. അപ്പോൾ ഒരു ടീമിൻ്റെ അകത്ത് എന്താണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ഇടയുണ്ട്. നമുക്കിനി സ്റ്റെപ്സ് ടു റിസോൾവിങ് കോൺഫ്ലിക്റ്റ്, എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. Prepare the resolution, understand the situation, reach the agreement. Prepare the resolution, understand the situation, reach the agreement. There are 3 steps in resolving conflicts. എന്തൊക്കെയാണ്? Prepare the resolution, understand the situation, reach the agreement. ഇനി നമുക്ക് എന്താണ് ഈ 3 സ്റ്റേജസ് 3 സ്റ്റെപ്സ് ഇൻ റിസോൾവിങ് കോൺഫ്ലിക്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിപ്പയർ ദ റെസൊല്യൂഷൻ. അതിൻ്റെ അകത്ത് 3 or 4 പോയിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അക്നോളജ് ദ കോൺഫ്ലിക്റ്റ്, ഡിസ്കസ് ദ ഇമ്പാക്റ്റ്, അഗ്രി ടു കോപ്പറേറ്റ് ഇൻ ദ പ്രോസസ്, അഗ്രി ടു കമ്മ്യൂണിക്കേറ്റ്. ആൻഡ് ഫസ്റ്റ്, അക്നോളജ് ദ കോൺഫ്ലിക്റ്റ്. ദ കോൺഫ്ലിക്റ്റ് ഹാസ് ടു ബി അക്നോളജ്ഡ് ബിഫോർ it can be managed and to be resolved. The tendency of the people to ignore the first signs of conflict, perhaps it seems trivial or difficult to differentiate for normal, healthy debate that teams can thrive on. If you are concerned about conflict in your team, discuss with other members once in the team and recognize the issues. It starts the process of resolution. It's the first process. Resolution എന്താണ്? ഒരു റെസൊല്യൂഷൻ നമ്മൾ എന്താണ്, നമ്മൾ ആദ്യം ആ കോൺഫ്ലിക്റ്റ് എന്താണെന്ന്, കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ കാരണം എന്താണെന്നോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് നമ്മൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണോ എന്ന് മനസ്സിലാക്കുന്നതിനാണ് എന്താ പറയുക അക്നോളജ് കോൺഫ്ലിക്റ്റ്. അത് നമ്മൾ മാനേജ് ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നതിൻ്റെ മുൻപേ ആ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. എന്നിട്ട് എന്താണ്, നമ്മൾ ആദ്യം ഫസ്റ്റ് അതൊന്ന് സീരിയസ് ആക്കി എടുക്കാതെ എന്താ പറയുക കോൺഫ്ലിക്റ്റിനെ ഇഗ്നോർ ചെയ്യാം. നമ്മൾ ചെറിയ ചെറിയ പ്രശ്നമാണെങ്കിൽ അത് നോർമലാക്കി എടുക്കാം. അങ്ങനെ ഹെൽത്തി ആക്കി എടുക്കുന്നതിനാണ് എന്താ പറയുക അതിനെ മനസ്സിലാക്കാം. അത് വലിയൊരു ഇഫ് യു ആർ കൺസേൺഡ് അബൌട്ട് ദ കോൺഫ്ലിക്റ്റ് ഇൻ യുവർ ടീം, നമ്മുടെ ടീമിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് മെമ്പേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മീൻസ് നമ്മളുടെ ഇടയിലുള്ള പ്രശ്നം എന്താണ്, അങ്ങനെ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കിയെടുത്തിട്ട് ഒരു റെസൊല്യൂഷൻ ചെയ്യുന്നതിനാണ് എന്താ ഫസ്റ്റ് അക്നോളജിങ് ദ കോൺഫ്ലിക്റ്റ് എന്ന് പറയുക. ഡിസ്കസ് ദ ഇമ്പാക്റ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആൾക്കാർ ഇവളത് പറയും, അവനത് പറയും, ഇവനത് പറയും, ഇവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് പോകാനേ പറ്റുന്നില്ല. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മുടെ പ്രശ്നം എന്താ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവനെന്താ അങ്ങനെ പറയുന്നത്, ഇവളെന്താ അങ്ങനെ പറയുന്നത്, അതിനായിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഡിസ്കസ് ഇമ്പാക്റ്റ് ചെയ്യുക. ഇമ്പാക്റ്റ് ഡിസ്കസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് വേറെ ടീംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ അങ്ങനെയുള്ള ഇമ്പാക്ട്സ് നമ്മൾ മനസ്സിലാക്കുക. ആസ് എ ടീം ഡിസ്കസ് ദ ഇമ്പാക്ട് ഇൻ കോൺഫ്ലിക്റ്റ് ഹാവിങ് ടീം ഡൈനാമിക് ആൻഡ് പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് മോശം വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഇമ്പാക്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് കുറച്ച് കോൺഫ്ലിക്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അഗ്രി ടു കോപ്പറേറ്റീവ് പ്രോസസ്സ്. കോപ്പറേറ്റീവ് പ്രോസസ്സിനോട് അഗ്രി ടു കോപ്പറേറ്റീവ് പ്രോസസ്സ്. Everyone involved must agree to cooperate to resolve conflict. This means putting the team first and they may be involved setting aside ബാക്കി പോർഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.